ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോയിലോട്ടാണ് വന്നത്. എൻ്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺസും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന ഫോൺസും എല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നോക്കിയയുടെ ഒരു ഫോണാണ്. നോക്കിയ C101 ആണ് മോഡൽ. നമുക്കിത് ഓണാക്കി നോക്കാം. ഇത് കൺവെർട്ടറാണ് നോക്കിയയുടെ. ഒപ്പേറ മിനിയാണ്. ഒപ്പേറ മിനി ഉപയോഗിക്കാത്ത ആരും തന്നെ ഇല്ല. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് ഒപ്പേറ മിനി. വേൾഡ് ക്ലോക്കാണ്. വേൾഡ് ക്ലോക്ക്. ഇത് നോക്കിയയുടെ ഒരു പഴയ മോഡലാണ്. എൻ്റെ അച്ഛൻ ഉപയോഗിച്ചൊരു ഫോണാണിത്. ഇത് ഏത് മോഡലാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പഴയ മോഡലാണ്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് സാംസങ്ങിൻ്റെ ഇത് Y+ ആണ് സാംസങ്ങിൻ്റെ. എൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3G ഫോണാണ്. 2013 ഈ ഫോൺ ഇറങ്ങിയത്. ഇത് ഒരു 3G ഫോണാണ്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ്. നല്ലൊരു ഫോണാണ്. ഒരുപാട് കാലം ഉപയോഗിച്ചൊരു ഫോണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. ഇത് സ്റ്റാർട്ട് ഫോണാണിത്, സാംസങ്ങിൻ്റെ തന്നെ. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉപയോഗിച്ചൊരു ഫോണാണിത്. നല്ലൊരു ഫോണാണ്. 2G ഫോണാണ്. 2G ഫോണാണ്. 2014 ഈ ഫോൺ ഇറങ്ങിയത്. 2014 ഈ ഫോൺ ഇറങ്ങിയത്. 2G ഫോണാണിത്. ഇത് സാംസങ്ങിൻ്റെ തന്നെ J8 മോഡലാണ്. ഇത് ഞാൻ 2019 വാങ്ങിച്ചത്. 2018 മോഡലാണിത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതിൻ്റെ ബോക്സ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അതിൽ നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ബോക്സ്. J8 ആണ്. ഇതിൽ സ്പെസിഫിക്കേഷൻ 64 GB ഇതാണ്. പിന്നെ 15.36 സെൻറ്റിമീറ്റർ HD പ്ലസ് അമോൾഡ് ഡിസ്പ്ലേ ആണ്. 16 MB ക്യാമറയുണ്ട്. 16 MB ഫ്രണ്ട് ക്യാമറയുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ ആണ്. 450 പ്രോസസ്സറാണ്. പിന്നെ 3500 Ah ബാറ്ററി. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിലാണ്. ഫേസ് റെക്കഗ്നേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വില ഇതിൻ്റെ അകത്തുണ്ട് 17,000. പക്ഷേ ഇത് വാങ്ങിച്ചൊരു 14 സംതിങ് ആണ്. ഇതിൽ മൊബൈൽ ഫോൺ, ഡാറ്റ കേബിൾ, അഡാപ്റ്റർ, സ്റ്റീരിയോ ഹെഡ്സെറ്റ്, ജംഗ്ഷൻ പിന്ന്, യൂസർ മാനുവൽ. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഇത് ചാർജറൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ചാർജറൊന്നും കിട്ടില്ല. പണ്ട് ഇതും കിട്ടുമായിരുന്നു. നമുക്ക് ഹെഡ്സെറ്റൊക്കെ കിട്ടുമായിരുന്നു നമുക്ക്. ഇപ്പോൾ ഹെഡ്സെറ്റൊന്നും കിട്ടുന്നില്ല. നമുക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കേബിളും ഉണ്ട്. ഇതാണ് J8 മോഡൽ. ഇത് A03s ആണ്. ഇതൊരു 2021 വാങ്ങിച്ച ഫോണാണ്. A03s. ഇതെൻ്റെ അമ്മ ഉപയോഗിക്കുന്നൊരു ഫോണാണ്. A03s ഇതാണ്, ബോക്സാണിത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിലുണ്ട്. 0.55 സെൻറ്റിമീറ്റർ റൗണ്ടഡ് കോർണേഴ്സ്, 13 MB ട്രിപ്പിൾ റിയർ ക്യാമറ, 2 MB ട്രിപ്പിൾ റിയർ ക്യാമറ, 5 MB ഫ്രണ്ട് ക്യാമറ, 13 MB ക്യാമറയാണ് ബാക്കിൽ. സാംസങ്ങിൻ്റെ A03s ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണിത്. നല്ലൊരു ഫോണാണ്. ഇതാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. A03s ഇതാണ്. ഒരു ഹാങ്ങും ഇല്ലാത്തൊരു ഫോണാണിത്. വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. നല്ലപോലെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്.
വലിയ ഹാങ് ഇല്ല. ഇത് ഞങ്ങൾ ഉപയോഗിച്ചപ്പോഴാണ്, പേഴ്സണലി പറയുന്നതാണ്, വലിയ ഹാങ് ഇല്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, വേറൊന്നുമല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് കുഴപ്പമില്ലായിരുന്നത്. പക്ഷേ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഫോണാണിത്. A03s നല്ലൊരു ഫോണായിട്ടാണ്. അധികം ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഇനി അറിയത്തില്ല. ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത്. ഇതിപ്പോൾ എൻ്റെ അമ്മ ഉപയോഗിക്കുകയാണ്. നല്ലൊരു ഫോണാണ് A03s. ഇത്രയും ഫോണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ നോക്കിയയുടെ ഫോണെന്ന് പറഞ്ഞാൽ ഇത്രയും ഫോൺ, നോക്കിയയുടെ മാത്രമല്ല എല്ലാ ഫോണുകളും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നതാണ്. ഇത് 2011 വാങ്ങിച്ച ഫോണാണ്. ഇത് ഇത്രയും അറിയത്തില്ല. 2013, 2014, ഇത് 2019, 2021 ഇത്രയുമാണ് ഫോണുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോൺ ഞാൻ കാണിക്കാൻ വേണ്ടിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ശരിയായെന്ന് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വ്ളോഗ് എടുക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി. പല ഇതിലും ചില തെറ്റുകളുണ്ട്. എത്രത്തോളം ശരി, ഞാൻ എന്തായാലും ശ്രമിക്കുകയാണ് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നുള്ള ഇതിൽ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ ഇത് ഇത്രയും ഫോൺ കണ്ടുകൊണ്ട് ഫോണിൻ്റെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ച് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.